3, 2, 1, say hi. റെഡ്വുഡ് ഫോറസ്റ്റ് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ ട്രിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറയാമോ ഡാനി? ദിസ് ഇസ് ഡാനി വിത്ത് എ ന്യൂ ലുക്ക് മേക്ക് ഓവർ നടത്തി. അങ്ങനെയൊന്നും ഇല്ലട്ടോ, നമ്മള് എപ്പോഴും ഭയങ്കര അടിച്ചുപൊടി ജിൽജിലായിട്ട് പോവാറ്. ബട്ട് ദിസ് വൺ ഈസ് എ പീസ്ഫുൾ റോഡ് ട്രിപ്പ്. ഓക്കെ, സോ നമ്മളൊരു പീസ്ഫുൾ റോഡ് ട്രിപ്പിന് വേണ്ടിട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഈ സ്പോട്ടിലോട്ട് പോണ വഴിയാണിത്. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. രണ്ട് സൈഡിലും കുറേ ഫാംസും വൈൻയാർഡ്സും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കൂടുതൽ കുറേ ആനിമൽസിനൊക്കെ, ഹോഴ്സസ്, കാംഗറൂസിനൊക്കെ കണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് കണ്ടിട്ടുള്ള ഹർഷേൻ്റെ എക്സ്പ്രഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ഈ സ്ഥലത്തോട്ട്. അപ്പം ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, അവിടെ ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ബാക്കി അവർ കണ്ടിട്ടുള്ള വിശേഷം അപ്പം കാണിക്കാം. പോണ വഴിയൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഭയങ്കര രസമുണ്ടായിരുന്നു. രണ്ട് സൈഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. വഴിയൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, മലയും കാടും ഒക്കെ. കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഓഫൊക്കെ കിട്ടുന്ന ദിവസം കുറവാണ് കേട്ടോ. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്യും. 1 day ട്രിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് പോകാനോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. കാരണം ഇവിടെ അടുത്ത് നേച്ചർ ഫ്രണ്ട്ലി സ്പോട്ടുകളൊക്കെ കുറേ ഉണ്ട്. ഫുഡൊക്കെ ആയിട്ടായിരിക്കും പോണത്. ഞങ്ങൾ അംബാസിഡർ പോലത്തെ ഒരു മോഡൽ കണ്ടു. അത് അംബാസിഡർ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പം ഒരു പോകുന്ന വഴിക്ക് റാൻഡം സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയ അംബാസിഡർ കാണാൻ പോവാണ്. വരൂ. ഇവിടെ നമ്മൾ പണ്ടത്തെ വോബർട്ടൺ ഓൾഡ് പോലീസ് സ്റ്റേഷൻ അംബാസിഡർ കാണിച്ചത്. അതെ, ഞങ്ങൾ ഓൾഡ് വോബർട്ടൺ പ്രിസണോ അങ്ങനെ എന്താ പോലീസ് പ്രിസണൊക്കെ നമ്മൾ കണ്ടു. ചുമ്മാ ഒന്ന് ചെക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലം. സീംസ് ലൈക്ക് എ കൂൾ പ്ലേസ്. കണ്ണാടി ഊരി. പെങ്ങളൊക്കെ TSD തന്നെ തുക തരുമോ അളിയാ? ഗൈസ്, എനിക്ക് ഇതിനൊരു കഥ പറയാനുണ്ട്. ദിസ് അംബാസിഡർ വാസ് ഇമ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി ഞങ്ങൾ നിർത്തിയത് ഒരു കേരള റെസ്റ്റോറൻറ്റിന്റെ മുന്നിലാണ് ഗൈസ്. ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ റാൻഡമായിട്ടൊരു സ്പോട്ടിൽ നിർത്തി. കേരള റെസ്റ്റോറൻറ്റ് സൈഡിലായിരുന്നു ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണേ? നോക്കി അംബാസിഡർ, നോക്കി സീനല്ലേ. നമ്മൾ ഫോറസ്റ്റിൽ നടക്കിയിരിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ കണ്ടിട്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ കാട്, മല, ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് അവിടെ മൊത്തം ഇങ്ങനെ മല ഇങ്ങനത്തെ ഏരിയയൊക്കെയാണ്. നമ്മൾ മറ്റേ മൂന്നാറൊക്കെ പോയ പോലത്തെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്. നിങ്ങൾ കണ്ടു വിചാരിക്കും ഓസ്ട്രേലിയ ഇങ്ങനെയാണോ? യെസ്, ഓസ്ട്രേലിയ ഇങ്ങനെയാണ്. എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? പട്ടിയുടെ ലൈഫ് എന്ന് വൈൽഡ് അല്ലേ? എന്താന്നറിയത്തില്ല ഗൈസ്. അയച്ചിട്ട് എന്താ എഴുതിയേക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞേ.
ഗൈസ് ഡാനി വായിക്കുന്നുണ്ട് ഗൈസ്. പീസ് ഗാർഡൻ ആണെന്നാണ് പറയുന്നത്. ഗൈസ് ഇതൊരു പീസ് ഗാർഡൻ എന്ന് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പുറത്തെ കൂടെ വരണം. എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ. Reason why it's called ഓ full പ്രാവുകളാ. അതാരാ അങ്ങനെ ഒരു കോഴി വിട്ടത്? ഡാനി അംഗത്തിനുള്ള പുറപ്പാടാണോ? 2 1 ഓടിക്കോ. ഗൈസ് എല്ലാരും പല പല വഴിക്ക് പോയി. ഇവളുടെ പുറകെ ഞാൻ ഓടണമല്ലോ. ഇവിടെ ഒളിച്ചു നിൽക്കുവാണല്ലേ. ഐസിനെന്താ പറയാനുള്ളത്? ഐസ്കാരല്ലേ? എല്ലാത്തിനും ഐസ് അല്ല, ഞാനല്ലേ വാട്ടർ. ഞാൻ ആരോ ഏട്ടാ. എനിക്ക് ഐസിനെന്താ പറയാനുള്ളത്? ഓൾ സെറ്റ്. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച എങ്ങോട്ട് പോണേ ഗൈസ്? ഞങ്ങൾ വെള്ളത്തിൽ നീന്താൻ പോവുകയാണ്. ഞങ്ങൾ നരം നല്ല കാര്യം പുലിയുടെ മേലേറാൻ മല കയറി പോകണ്ടേ? ഏഴാം മല കയറി പോകണ്ടേ? കാട്ടിക്കൂടെ നടന്ന് നടന്ന് മടുത്തു ഗൈസ്. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇങ്ങനെയൊന്നും അല്ലടാ.
ഞാൻ ഒന്ന് മറച്ചു നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ എന്ത്? അയ്യോ, എന്താണ്ട് മറന്നല്ല. ബൈ. ഡാനി ബൈ പറഞ്ഞു.